ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് ബാർലി കൊണ്ട് ഒരു തൽബീന പായസം ഉണ്ടാക്കിയാലോ? ഇത് ഏറെ അറബി നാട്ടിലൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കുക. അപ്പൊ നമുക്കിത് ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പൊ അതിന് ബാർലി അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ 3 വിസിൽ വരെ അടിച്ചെടുത്താൽ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാവ് കാച്ചാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ഉരുളിക്കാണ് ഞാനിത് ഒക്കെ കൂടെ അരച്ചൊഴിക്കുന്നത്. ചൂടാറിയതിന്റെ ശേഷം അത് നമ്മൾ അരച്ചൊഴിക്കുക. ഇതിലേക്ക് അതുപോലെ മിക്സഡ് ആയിട്ടുള്ള എല്ലാ നട്ട്സും കൂടെ ഞാൻ എടുത്തിട്ട് അതൊന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയതിന്റെ ശേഷം ഞാനത് കൂടെ പൊടിച്ചെടുക്കുന്നതാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ നമ്മൾ അരച്ചു വെച്ചുള്ള എല്ലാതും ഈ മിക്സഡ് ആയിട്ടുള്ള ഈ നട്ട്സും കൂടെ ഒക്കെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചിയതും കൂടെ ഒഴിച്ചു കൊടുക്കുക, അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്വല്പം കൂടെ ഉപ്പ് ചേർത്തതിന്റെ ശേഷം നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പൊ ഇതിങ്ങനെ നല്ലോണം നല്ല ഇതിൽ വെന്തിങ്ങനെ കിട്ടൂട്ടാ. അപ്പൊ ഇനി തീ ഓഫാക്കാം. എന്നിട്ട് ഇതിൽ ഈത്തപ്പഴം കൂടെ ഞാൻ അരച്ച് ചേർക്കണതിൽ ചേർത്തിട്ടുണ്ട് കേട്ടാ. എല്ലാം കൂടെ ഇതിങ്ങനെ വേകുമ്പോ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും. ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് അത് മറ്റേ നെയ്യിൽ വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ തൽബീന പായസം അടിപൊളി. ഇതിന്റെ കൂടെ സ്വല്പം തേനും കൂടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് എടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നല്ല അടിപൊളി പായസങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത്